കുലുസ് വേൾഡ്. സോ ഇന്നൊരു BBQ ആൻഡ് ഗ്രില്ലിൻ്റെ ഇവൻ്റാണ്. ലുലു ആണ് ഇത് നടത്തുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രാമിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. സോ ബേസിക്കലി ഇവിടുത്തെ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ അവർ ചിക്കൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അല്യൂമിൻ്റെ. പിന്നെ ചിക്കൻ മാത്രമല്ല, അതിലേക്ക് ഇടാനുള്ള മസാല പൗഡേഴ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് ഒരു BBQ ചിക്കൻ തയ്യാറാക്കുന്നവർക്കായിരുന്നു പ്രൈസ്. ഫസ്റ്റും സെക്കൻഡും തേർഡും പ്രൈസസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ രണ്ട് സൈഡിലായിട്ട് ഓരോ കൗണ്ടേഴ്സ് കാണില്ല, ലൈക്ക് ഒരു സ്മോൾ ടെൻറ്റ് പോലെ. അത് ഓരോ സ്നാക്സിൻ്റെയും പിന്നെ ലൈക്ക് ന്യൂഡിൽസ്, നഗറ്റ്സ്, പോപ്കോൺ അങ്ങനത്തെ ഓരോത്തിൻ്റെയും കൗണ്ടറാണ്, സ്റ്റോളാണ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നത്. ചിലത് അവർ ഫ്രീ കൊടുത്തു, ചിലതിന് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കണമായിരുന്നു. അവിടെ സ്പെൻഡ് ചെയ്തൊരു ഈവനിങ് ഭയങ്കര രസമുള്ളതായിരുന്നു. കാരണം നമുക്ക് കുറേ സാധനങ്ങൾ കഴിക്കാനും കിട്ടി. പിന്നെ അവിടെ ലൈക്ക് ഇവിടെ ഫ്രണ്ടിലായിട്ടൊരു സ്റ്റേജ് ഇട്ടിട്ടില്ലേ, ആ സ്റ്റേജിൽ കുറേ കിഡ്സിനായിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. പിന്നെ ലൈക്ക് 3D ഷോ, പിന്നെ ലൈറ്റ് ഷോ, ബബിൾ ഷോ, അങ്ങനത്തെ കുറേ ഷോസ് ഉണ്ടായിരുന്നു. പിന്നെ അറബിക് സോങ്സ് ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഗ്രിൽ ചെയ്യേണ്ട കൗണ്ടർ. എല്ലാവർക്കും അവരവരുടെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവരുടെ ഇൻഗ്രീഡിയൻസും ചിക്കനും ഒക്കെ അവിടെ വെച്ചിട്ടുമുണ്ട്. ഇതായിരുന്നു ഇരിക്കാനുള്ള സ്ഥലം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒറ്റൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ആ സമയത്ത് ഭയങ്കര തണുപ്പായിരുന്നു. പിന്നെ വൺസ് ഈ ഗ്രില്ലൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ അടുത്ത് നിന്നപ്പോൾ കുറച്ച് ചൂട് കിട്ടി. അതുവരെ നല്ലോണം തണുത്ത് വരച്ചുകൊണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണാനെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഹിറ്റ് ചെയ്യാനും മറക്കണ്ട. ഫസ്റ്റത്തെ ഒരു ഇവൻ്റ് ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ഭയങ്കര ഹൈറ്റുള്ള ഒരു മാനും പിന്നെ ഒരു ബട്ടർഫ്ലൈ ലേഡിയുമാണ്. ബട്ടർഫ്ലൈ ലേഡി ഇങ്ങനെ തുള്ളി വരും. ആ ഹൈറ്റുള്ള മാന് ആ ഒരു ഡ്രമ്മില്ലേ കഴുത്തിലിട്ടുള്ള, അത് വെച്ചിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരും. പിന്നെ ദാ ലുലുവിൻ്റെ മാനേജ്മെൻ്റൊക്കെ വന്ന് ഇവൻ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. ഇനോഗ്രേഷന് വേണ്ടി ക്യാൻഡിൽ ലൈറ്റ് ചെയ്യുന്ന പോലെ ഈ BBQ ഗ്രില്ല് ചെയ്യുന്ന സാധനത്തിലായിരുന്നു അവർ ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു ഈ ഒരു ഇവൻറ്റിൻ്റെ സ്റ്റാർട്ടിങ്. ഞാൻ പറഞ്ഞ ബട്ടർഫ്ലൈ ലേഡി ഇങ്ങനെ കാണിച്ച് കിഡ്സൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഓരോ ബബിൾ ഷോ സ്റ്റാർട്ട് ചെയ്തു. ബബിൾ ഷോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവരുടെയൊക്കെ കൺട്രോൾ ഇട്ട് ഇവരെല്ലാവരും സ്റ്റേജിലേക്ക് ഓടാൻ തുടങ്ങി. പിന്നെ അവർ വിളിച്ചു, എല്ലാവരും വാ നമുക്ക് സ്റ്റേജിൽ നിന്നിട്ട് ഡാൻസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കുട്ടികളെല്ലാം വിളിച്ചുകൊണ്ട് പോകണ്ടായിരുന്നു.
ക്യൂൻ്റെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. BBQ ഒക്കെ മസാലയൊക്കെ പുരട്ടി റെഡിയാക്കിയിട്ട് ഗ്രില്ലിൻ്റെ മേലെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഗ്രില്ലായി കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ഇതിൻ്റെ ഏറ്റവും പണിയുള്ള ടാസ്ക് എന്ന് വെച്ചാൽ ഈ അടിയിൽ കാണുന്ന ഈ ഫയർ ആക്കലായിരുന്നു. അതാക്കാൻ വേണ്ടിയിട്ട് ഒരു 4-5 ആൾക്കാർ ഒരുമിച്ചൊന്ന് വീശിയാലും കുറേ സമയം വീശിയിട്ടാണ് അതൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും അവരവരുടെ ടേബിളിൽ അവർക്ക് വേണ്ട പോലെ പ്രസൻറ്റ് ചെയ്തിട്ട് വെക്കാം. പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ജഡ്ജ്മെൻറ്റിലുണ്ടായിരുന്നു. എല്ലാവരും വെറൈറ്റി ടൈപ്പിലായിരുന്നു ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ ഫൈനൽ ടാസ്ക് എന്ന് വെച്ചാൽ ചെയ്ത പ്ലേസ് നല്ല വൃത്തിയാക്കി വെക്കണം. തണുത്ത് വറുക്കുന്ന തന്നെയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടത്. ഉപ്പയും ഗ്രില്ലൊക്കെ ചെയ്തവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇടയിൽ നമ്മൾ പോയി നോക്കിയാൽ എല്ലാവരും അവരവരുടെ ഗ്രില്ലും BBQ റെഡിയാക്കുന്ന തിരക്കിലായിരുന്നു. ആർക്കും ഒരു ഫ്രീ ആയിട്ട് നിൽക്കാനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല. കുറേ ഷെഫുമാരും ഉണ്ടായിരുന്നു കേട്ടോ കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ ഈ ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഒരു എൻജോയ്മെൻറ്റ് ആയിരുന്നു. കാരണം ഭയങ്കര എൻജോയ് ചെയ്തിട്ടായിരുന്നു ഇവരെല്ലാവരും ഉണ്ടാക്കുന്നുണ്ടായിരുന്നത്. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ജഡ്ജ്മെൻ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ സാധനം വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിക്കാം കേട്ടോ. ഓൾമോസ്റ്റ് 300 ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊരു 70 to 75 പാർട്ടിസിപ്പൻസിനായിരുന്നു അവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഉമ്മൻ്റെ ടേബിള്. ഇങ്ങനെയായിരുന്നു ഉമ്മ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ സമയം വെയിറ്റ് ചെയ്തിട്ടായിരുന്നു ജഡ്ജസ് വന്നത്. അപ്പോൾ ഇവരാണ് കേട്ടോ ജഡ്ജസ്. ഇവർ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും കഴിച്ച് നോക്കിയിട്ടാണ് ഒരു അതിൻ്റെ ഇത് പറയുള്ളത്.
കഴിച്ചിട്ട് നോക്കും. അത് കഴിഞ്ഞിട്ട് ഓർ ചോദിക്കും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസ് അവർ കൊടുത്താണല്ലോ. അവർ ചോദിക്കും ഇതെങ്ങനെ ഉണ്ടാക്കിയ ഒരു മാരിനേഷൻ മെത്തേഡ് ഉണ്ടാവില്ലേ, ആ ഒരു മെത്തേഡൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അതിന് ബേസ് ചെയ്തിട്ടാണ് ഒരു മാർക്കൊക്കെ ചെയ്യുന്നുള്ളത്. يا ابني خود ليلى بنت ضيعتنا بترتاح معها وما بتتعبني يا ابني هلو بنت المدينة بدها. Are you all ready for the results? Yes. I have the first, second and third prize winners. അങ്ങനെ ഒരു പ്രൈസ് അനൗൺസ് ചെയ്യാൻ വേണ്ടി പോയായിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇരുന്നിട്ടാണ് ഉണ്ടായിരുന്നത്. നമുക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ സ്റ്റോൾസ് എന്നൊക്കെ പ്രൊവൈഡ് ചെയ്ത സാധനമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഓരോ സാധനം അവർ തരാണെങ്കിൽ നമുക്കടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഇവരായിരുന്നു കേട്ടോ ഇവിടുത്തെ ആങ്കറിങ് ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ ആ ഇംഗ്ലീഷിൽ പറഞ്ഞത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ലുലുവിലത്തെ ഒരു സ്റ്റാഫും കൂടി ഉണ്ടായിരുന്നു ആങ്കറിങ്ങിനായിട്ട്. അപ്പോൾ ഓറിൽ തന്നെ റിസൾട്ട്സ് ഉള്ളത് ഓരിങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. റിസൾട്ട്സ് ഇപ്പോൾ പിന്നെ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഓരോ ലുലുവിൻ്റെ മാനേജ്മെൻറ്റിനും ഷെഫിനൊക്കെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവസാനമായിട്ട് ഓരോ റിസൾട്ട്സ് പറയാൻ പോവാന്ന്. അപ്പോൾ പ്രൈസ് കൊടുക്കാനൊക്കെ ആയിട്ട് ഇവരുടെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ പ്ലേസിൽ എവിടെയെങ്കിലും ഇങ്ങനത്തെ കോമ്പറ്റീഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കാരണം അധികം GCC കൺട്രീസിൽ ഇങ്ങനത്തെ പരിപാടി നടക്കലുണ്ട്. ഇവിടെ കുവൈത്തിൽ ഇടയ്ക്കിടയ്ക്ക് നടക്കലുണ്ട്. BBQ ആൻഡ് ഗ്രിൽ എന്ന് പറഞ്ഞ് നടക്കും. പിന്നെ ഫുഡ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് നടക്കാറുണ്ട്. പിന്നെ കിഡ്സിനുള്ള പ്രോഗ്രാംസ് നടക്കലുണ്ട്. അങ്ങനെ കുറേ കോമ്പറ്റീഷൻസ് നടക്കലുണ്ട്. Okay, I'll give you a clue. It is not a 2-digit number. It is not a 2-digit number. The third prize goes to a single-digit number. All the single-digit numbers, be ready. Is it 4? No. Is it 6? No. Is it 1? No. It is 7. Just number 7. Katie. 75. പ്രൈസ് പറയുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് വേറെ തന്നെയാണ്. നമുക്ക് പ്രൈസ് കിട്ടുമോ ഇല്ലേ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ തേർഡ് പ്രൈസിന് അവർ കൊടുത്തിട്ടുള്ള 75 KD ആയിരുന്നു. It's in 40s. It could be 41, 42, 43, 44, 45, 46, 47, 48, 49. Any of those?
It is chest number 47, Samira Mohammed. Samira Mohammed is taking home 100 KD gift voucher from Lulu. And this time it's along with Al-Yum as our main sponsor, Sadia, Zera and Americana as our co-sponsors. Thank you very much to all our sponsors. And this time the first prize winner is Yalla. Okay, it's an unlucky number, but this time it's a lucky for chest number 1313. Vandana. Vandana is the winner of Lulu Hypermarkets, BBQ and Grill. അപ്പോൾ ഈ ആൻറ്റിയാണ് കേട്ടോ വിൻ ചെയ്തിട്ടുള്ള. ഇവർക്ക് 150 KD ആയിരുന്നു പ്രൈസ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഹിറ്റ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാൻ പറ്റൂ. അങ്ങനെ പ്രൈസ് കൊടുക്കുമ്പോൾ ഒരു ഫോട്ടോക്കെല്ലാം പോസ്റ്റ് ചെയ്യായിരുന്നു. പിന്നെ വീഡിയോഗ്രാഫേഴ്സും ഉണ്ടായിരുന്നു, ഫോട്ടോഗ്രാഫേഴ്സും ഉണ്ടായിരുന്നു. അവരൊക്കെ ലുലുവിൻ്റെ തന്നെ ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ആൾക്കാരാണ്. അത് കഴിഞ്ഞിട്ട് പ്രൈസ് വിന്നേഴ്സ് എല്ലാവരും കൂടിയിട്ടുള്ള ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഫീഡ്ബാക്ക്സ് എന്താണെന്ന് പറഞ്ഞിട്ട് എല്ലാ കമൻറ്റ് ബോക്സിൽ അടിക്കാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ദിസ് ഇസ് കുലൂസ് വേൾഡ് signing off. Bye bye. Thanks for watching.